Joby. Welcome back to Sour and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഈസി കുക്കർ ബിരിയാണിയാണ്. നമുക്ക് ചോറൊക്കെ വേവിച്ചെടുക്കാൻ കുറേ സമയം എടുക്കും എന്നുള്ള സമയത്ത് നമുക്ക് കുക്കറിൽ ചിക്കനും അരി എല്ലാം കൂടി ഇട്ടിട്ട് പെട്ടെന്ന് രണ്ടടി അടിച്ച് കഴിഞ്ഞാൽ ബിരിയാണി റെഡിയായി. അപ്പോൾ നമ്മൾ കുക്കറിൽ ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മുടെ അരിയെല്ലാം കൂടി കുഴഞ്ഞൊന്നും പോവില്ല. നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേവിച്ച് കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറെല്ലാം നന്നായിട്ട് വിട്ട് കിട്ടും. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും, അധികം സമയം ഒന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മുടെ ഈ ചിക്കനും അരിയും കൂടി ഒന്നിച്ചിരുന്നതുകൊണ്ട് ചിക്കനിലെ മസാലകളൊക്കെ നമ്മുടെ ചോറ് പിടിച്ച് ചോറിനൊരു ചുമന്ന കളറ് ഏകദേശം ഉണ്ടാവും. നമ്മുടെ സാധാരണ ബിരിയാണി കഴിക്കുന്ന പോലെ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കളറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് റൈസ് ഇരിക്കില്ല. നമ്മുടെ ചിക്കനും അരിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഇരിക്കുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ ഒരു 600 ഗ്രാം ചിക്കൻ ഞാൻ കഴുകിയത് ഇതേപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വലിയ സവാള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പകുതി സവാള നമ്മൾ ചിക്കനിലോട്ടും പകുതി സവാള ലാസ്റ്റ് ബിരിയാണിക്ക് വറുത്തിടാനാണ് ഉപയോഗിക്കണത്. പിന്നെ ഒരു 2 കപ്പ് അരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ 250 ml 2 കപ്പാണ് എടുത്തിരിക്കണത്. നമ്മൾ കുതിർത്തി ഇടുന്നൊന്നുമില്ല. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സൺഫ്ലവർ ഓയിലിൻ്റെ അളവ് ഇച്ചിരി കൂട്ടുക. പിന്നെ ഒരു വലിയ തക്കാളി ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് വേണം. പിന്നെ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് വേണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണി സ്പൈസസ് വേണം. അതിനകത്ത് ഞാൻ ഒരു ബേ ലീഫ്, ഒരു 4 കറുകപ്പട്ട, ഒരു 5 ഏലക്ക, ഒരു 6 ഗ്രാമ്പു ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പകുതി, ഒരു 1/2 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ബിരിയാണിയിലോട്ട് ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 പച്ചമുളക് ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യമുണ്ട്, പിന്നെ ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുക്കർ ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ കാഷ്യൂം കിസ്മിസും കൂടെ വറുത്ത് കോരണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവോള വറുത്തെടുക്കണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിസ്മിസും നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കോരിയെടുക്കാം. അപ്പോൾ കാഷ്യൂവും കിസ്മിസും ഞാൻ കംപ്ലീറ്റ്ലി കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു പകുതി സവോള ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് കാഷ്യൂം കിസ്മിസ് വറുത്തിടുന്ന സ്റ്റെപ്പും പിന്നെ സവോള വറുത്തുന്ന സ്റ്റെപ്പും വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ മിക്കവാറും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ മിക്കവാറും സവോള വറുത്തിടാറില്ല, നമ്മുടെ കാഷ്യൂം കിസ്മിസും വറുത്തിടാറില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. മിക്കവാറും ഞാൻ വെറുതെ അങ്ങനെ കഴിക്കാറുണ്ടാവാറുള്ളൂ. അപ്പോൾ സവോള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അപ്പോൾ ഞാൻ സവോള വറുത്തത് മൊത്തം വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലോട്ട് നമ്മുടെ ബിരിയാണി സ്പൈസസ് ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട, ഏലക്കായ,
ഗ്രാമ്പു, പിന്നെ ബേ ലീഫും. അതിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാലൻസ് സവോള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനും റൈസും കൂടി ഒരുമിച്ച് വെക്കുന്ന കാരണം ചിക്കന് കുറച്ച് മസാല വേണം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റുക. ആ പൊടികളിലൊക്കെ ഒന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളിലൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വേവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് സവാളയോട് തന്നെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതേ 1 കപ്പ് ഒഴിച്ചു, 2 കപ്പ് ഒഴിച്ചു. അപ്പോൾ അതെ 2.5 കപ്പ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കുക. റൈസിനും ചിക്കനും ഉള്ള ഉപ്പാണ് നമ്മൾ ചേർക്കണം. അപ്പം ഉപ്പും നമ്മൾ ചേർത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു.
ഇനി നമുക്കിത് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാനത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിക്കാൻ പോവാണ്. 2 വിസിൽ വന്ന് അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. പിന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി പിന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ കുക്കായി പോയിട്ട് നമ്മുടെ റൈസൊക്കെ ആകെ കൂടെ ഭയങ്കര കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്ക് 2 വിസിൽ കറക്റ്റ് വന്ന് അപ്പം തന്നെ തുറന്നു നോക്കാം. അപ്പം ഇനി ഞാനത് മൂടി വയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആവി ഫുൾ കളഞ്ഞ് ഞാൻ തുറന്നതാണിത്. കണ്ടോ, റൈസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കുഴഞ്ഞിട്ട് ഒന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തതേ, ചോറൊക്കെ നല്ല ഒട്ടാതെ നല്ല ഒറ്റയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ നമ്മുടെ കാഷ്യൂ കിസ്മിസും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല കാണാൻ നല്ല ഭംഗിയായി. ഇനി നമുക്ക് എടുത്ത് വെച്ച് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ കൂടെ വിതറി കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇത് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും കഴിക്കണം. നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച അഭിപ്രായം പറയണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.